എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2025-26 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ആ ഒരു മുകളിലുള്ള ഒന്നാമത്തെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. റെഗുലർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് റെഗുലർ അഡ്മിഷനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് ഒന്നുകൂടി പറയാം. അതായത് www.polyadmission.org എന്നുള്ളതാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ റെഗുലർ 2025-26 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ആ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ എങ്ങനെയാണ് എന്നുള്ള കാര്യം ബേസിക് ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ രജിസ്ട്രേഷൻ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വൺ ടൈം രജിസ്ട്രേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ആണ്. അതിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം. ഈ ഒരു ഇമെയിൽ IDയും മൊബൈൽ നമ്പറും നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ അവസാനിക്കുന്നത് വരെ, അതായത് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു റെഗുലർ വിഭാഗം പോളിടെക്നിക് അഡ്മിഷൻ അപേക്ഷിക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ യോഗ്യത എന്ന് പറയുന്നത് 10ാം ക്ലാസ് ആണ്. അത് SSLC ആണ്. അപ്പോൾ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും നിങ്ങൾക്ക് +2 ഉണ്ടായിക്കോട്ടെ, ഡിഗ്രി ഉണ്ടായിക്കോട്ടെ, ഏത് വിഭാഗത്തിലുള്ള യോഗ്യതയും ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്കൊരു 10ാം ക്ലാസ് യോഗ്യത മിനിമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ജനറൽ വിഭാഗത്തിനുള്ള ഫീസ് 200 രൂപയാണ്. SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ 100 രൂപയായിരിക്കും ഫീസ് വരിക. അതുപോലെ തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിത് സ്വന്തമായിട്ട് അപേക്ഷിക്കാം, അതല്ലെങ്കിൽ അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഈ ഒരു ടെൻറ്റേറ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾസും ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെൻറ്റേറ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഓരോ എപ്പോഴാണ് അലോട്ട്മെൻറ്റ് വരിക, എപ്പോഴാണ് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത്, അതുപോലെ ഫീ പേയ്മെൻറ്റ് എപ്പോഴാണ് ചെയ്യേണ്ടത്, ഇതുപോലുള്ള ഡീറ്റെയിൽസാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നമുക്ക് ആദ്യം നോക്കാം, അതിനുശേഷം എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു 21/5/2025 മുതലാണ്, അതായത് ഇന്ന് മുതലാണ്. ഈ ഒരു അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ജൂൺ 10ാം തീയതിയാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ അവസാനിക്കുന്നത് ഈ ഒരു ജൂൺ 12ാം തീയതിയാണ്. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് ഈ ഒരു 10/6/2025, അതായത് ജൂൺ 10ാം തീയതിയും. അതിനുശേഷം ലോഗിൻ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ ഒരു ജൂൺ 12ാം തീയതിയും. നിങ്ങളുടെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് ഈ ഒരു ജൂൺ 18ാം തീയതിയാണ്. അതുപോലെ ആപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യാനായിട്ടുള്ള ഓൺലൈനായിട്ടുള്ള അവസരം ഈ ഒരു ജൂൺ 21ാം തീയതി വരെയാണ്. അതുപോലെ തന്നെ ഫൈനൽ റാങ്ക് ലിസ്റ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കുന്നത് ഈ ഒരു ജൂൺ 25നും. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫ്രീ റിപ്പോർട്ടിംഗ് ഓർ ജോയിനിങ് ബേസ്ഡ് ഓൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ്, അതായത് ഫസ്റ്റത്തെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് ജൂൺ 30ാം തീയതി വരെയാണ് അഡ്മിഷൻ നേടാൻ സാധിക്കുക. വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജ് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി നിങ്ങൾ കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട നിർബന്ധമാണ്. റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ, അത് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടുള്ള സീറ്റ് പോകും, അതുപോലെ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. അതേസമയം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല, അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ, അത് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ മുകളിലുള്ള മറ്റ് ഓപ്ഷനുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടെമ്പററി അഡ്മിഷൻ നേടുന്നതിനായിട്ട് ആ ഒരു എവിടെയാണോ തൊട്ടടുത്തുള്ള ഏത് പോളിടെക്നിക്കാണോ അവിടെ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ഈ ഒരു ജൂലൈ 5ാം തീയതിയാണ്. അതിനുശേഷം ആ ഒരു അലോട്ട്മെൻറ്റ് പ്രകാരം നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ജൂലൈ 10ാം തീയതിയാണ്. അതുപോലെ തന്നെ ജില്ലാ തലത്തിലുള്ള കൗൺസിലിംഗ് നോഡൽ പോളിടെക്നിക് കോളേജുകളിൽ വെച്ച്, അതായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജിൽ വെച്ച് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടത്തപ്പെടുക ഈ ഒരു ജൂലൈ 15 മുതൽ ജൂലൈ 21ാം തീയതി വരെയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് സെമസ്റ്റർ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ 23-നാണ്. അതുപോലെ ഫസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ ഈ ഒരു 28/7/2025, അതായത് ജൂലൈ 28 മുതൽ ഈ ഒരു ഓഗസ്റ്റ് 1ാം തീയതി വരെയാണ്. അതുപോലെ സെക്കൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റ് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ വെച്ച് നടക്കുന്നത് ഈ ഒരു ഓഗസ്റ്റ് 7ാം തീയതി മുതൽ ഓഗസ്റ്റ് 12 വരെയും. അഡ്മിഷൻ അവസാനിക്കുന്നത് ഓഗസ്റ്റ് 14ാം തീയതിയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എന്നുള്ളത് അറിയുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ആ ഒരു ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അടുത്ത പേജിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓരോ, അതായത് കോഴ്സ് ഡീറ്റെയിൽസ്, അതുപോലെ കോളേജ് ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധതരം ഫോമുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ആ ഒരു പേജിലേക്ക് പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഡൗൺലോഡ്സിൽ പോവുക. അപ്പോൾ ഡൗൺലോഡ്സിൽ കൃത്യമായിട്ട് പ്രോസ്പെക്ടസ്, അതുപോലെ തന്നെ ലിസ്റ്റ് ഓഫ് പോളിടെക്നിക് കോളേജസ്, പ്രോഗ്രാംസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ കോഴ്സ്, പ്രോഗ്രാം കോഡ്, കമ്മ്യൂണിറ്റി ആൻഡ് കോഴ്സ്, അതുപോലെ VHSC കോട്ട, അതുപോലെ NCC, അതുപോലെയുള്ള വിവിധ
കോട്ടകളുടെയും കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇതുപോലുള്ള മറ്റ് ഡോക്യുമെൻറ്റ്, അതുപോലെ ആൻറ്റി റാങ്കിങ് സർട്ടിഫിക്കറ്റ്, ഇതുപോലെ വിവിധ ഡോക്യുമെൻസിൻ്റെയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ CBSE കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസും മറ്റ് റിസർവേഷൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ അതായത് അപേക്ഷ സമർപ്പിക്കുമ്പോഴായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസർവേഷൻ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വയ്ക്കുക. അതായത് SC/ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/BC OEC വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ മറ്റുള്ളവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ കേരളൈറ്റ് ആണെന്ന് തെളിയിക്കാനായിട്ട് നിങ്ങൾക്കൊന്നുകിൽ SSLC സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം. നിങ്ങൾ കേരളത്തിലല്ല ജനിച്ചതെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതുപോലെ SSLC അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇത്രയും ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാം. ഇങ്ങനെയാണ് ഈ ഒരു അപേക്ഷയുടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ കാണാം വൺ ടൈം രജിസ്ട്രേഷൻ റെഗുലർ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്കാണ്. അതുപോലെ തന്നെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് ഒരു മൊബൈൽ നമ്പർ സ്വന്തമായിട്ടുണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഇമെയിൽ ID ഉണ്ടായിരിക്കണം. ഇവ രണ്ടും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ നിർബന്ധമാണ്. അതുപോലെ തന്നെ ചെക്ക് ഓർ റിട്രൈ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്സിൽ നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് അടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ ആ ഫീ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ഓർ റീട്രൈ പേയ്മെൻറ്റ് എന്ന ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്നതാണ്. അതുപോലെ പേയ്മെൻറ്റ് ഇഷ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോളിടെക്നിക് വിഭാഗത്തെ എന്താണ് ഇഷ്യൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്ഷനാണ് പേയ്മെൻറ്റ് ഇഷ്യൂസ് എന്നുള്ളതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റിൻ്റെ ഫീഡ്ബാക്ക് നൽകുന്ന ഏകദേശം ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പേയ്മെൻറ്റ് ഇഷ്യൂസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. ഒരു പേയ്മെൻറ്റ് ഇഷ്യൂ റിപ്പോർട്ടിംഗ് ഫോമാണ്. അവിടെ നിങ്ങളുടെ അപ്ലിക്കൻറ്റിൻ്റെ പേര്, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, മൊബൈൽ നമ്പർ, അതുപോലെ GRN നമ്പർ, എന്താണ് ഇഷ്യൂ എന്നുള്ളത് കറക്റ്റായി സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരാതികൾ അറിയിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ചെക്ക് ഓർ റിട്രൈ പേയ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ഒരു പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായത് ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ നൽകുക, അതുപോലെ മൊബൈൽ നമ്പർ നൽകുക, എന്നിവ നൽകുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂസ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. അതുപോലെ പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ വീണ്ടും പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളത് വൺ ടൈം രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം പിന്നീട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ IDയും കാര്യങ്ങളൊക്കെ കിട്ടും. അതിനുശേഷം നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ്, ഡീറ്റെയിൽസ്, അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ റെഗുലർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. അതായത് അപേക്ഷകൻ SSLC അല്ലെങ്കിൽ തത്തുല്യ പരീക്ഷ പാസ്സായിട്ടുണ്ടായിരിക്കണം. എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക്, അത് സ്ട്രീം 1ലേക്ക് കണക്ക്, സയൻസ്, ഇംഗ്ലീഷ് വിഷയങ്ങളും, മാനേജ്മെൻറ്റ് സ്ട്രീമിലേക്ക്, അത് സ്ട്രീം 2ലേക്ക് കണക്ക്, ഇംഗ്ലീഷ് വിഷയങ്ങളും പഠിക്കേണ്ടതാണ്. CBSE 10th പാസ്സായവരിൽ മാത്തമാറ്റിക്സ് ബേസിക് തിരഞ്ഞെടുത്തവർ അപേക്ഷിക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ അപേക്ഷയിൽ രജിസ്റ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പർ അപേക്ഷകൻ്റേതായിരിക്കേണ്ടതും പ്രവേശന പ്രക്രിയ കഴിയും വരെ ഇവ നിലനിർത്തേണ്ടതും ആണ്. വൺ ടൈം രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ സമർപ്പിക്കുമ്പോൾ മൊബൈൽ OTP വെരിഫിക്കേഷന് ശേഷം രജിസ്ട്രേഷൻ ഫീസ് അടക്കുവാനായിട്ടുള്ള ലിങ്ക് ലഭിക്കുന്നതാണ്. അപ്രകാരം ഫീസ് അടക്കാൻ സാധിക്കാത്തവർക്ക് പിന്നീട് www.polyadmission.org എന്നുള്ള അഡ്മിഷൻ പോർട്ടലിലെ ഹോം പേജിലെ ചെക്ക് ഓർ റിട്രൈ പേയ്മെൻറ്റ് ലിങ്ക് വഴി ഫീസ് അടക്കുവാനോ നിലവിൽ ഫീസ് അടച്ചതിൻ്റെ സ്ഥിതി പരിശോധിക്കുവാനോ സാധിക്കുന്നതാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തുമ്പോൾ തുടക്കത്തിൽ ലഭിക്കുന്ന GRN നമ്പർ വളരെ പ്രധാനപ്പെട്ടതും അപേക്ഷകൻ നിർബന്ധമായിട്ടും സൂക്ഷിക്കേണ്ടതുമാണ്. ഫീ പേയ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള എല്ലാ അന്വേഷണങ്ങൾക്കും GRN നമ്പർ നിർബന്ധമാകുന്നു. അതുപോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഓൺലൈൻ അപേക്ഷാ സമർപ്പണം, പോളിടെക്നിക് പ്രവേശനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് എല്ലാ പോളിടെക്നിക് കോളേജിലെയും ഹെൽപ്പ് ഡെസ്കുകളിൽ ലഭ്യമായിട്ടുള്ള അധ്യാപകരുടെ മൊബൈൽ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ അഡ്മിഷൻ വെബ് പോർട്ടലിലെ കോൺടാക്റ്റ് അസ് എന്നുള്ള ലിങ്കിൽ ലഭിക്കുന്നതാണ്. അതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയാൽ സംസ്ഥാന ഗവൺമെൻറ് എയ്ഡഡ് CAP IHRD പോളിടെക്നിക് കോളേജിലേക്കും വിവിധ സ്വാശ്രയ പോളിടെക്നിക് കോളേജിലേക്കും NCC സ്പോർട്സ് കോട്ട അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. NCC സ്പോർട്സ് കോട്ടയിലേക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് പ്രത്യേക ഫീസ് നൽകേണ്ടതില്ല. അതുപോലെ വൺ ടൈം രജിസ്ട്രേഷൻ പോളിടെക്നിക് കോളേജുകളിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആദ്യഘട്ടം മാത്രമാണ്. രജിസ്ട്രേഷൻ ഫീസ് അടച്ച് പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ വിവിധ പോളിടെക്നിക് കോളേജിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്ത് ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് അത് സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നീട് കാൻഡിഡേറ്റ് ലോഗിൻ വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പ്രൊസീഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇവിടെ
എന്താണ് ക്വാളിഫിക്കേഷൻ ചോദിക്കേണ്ടത്, ഞാനിപ്പോൾ SSLC ആണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ ഇയർ ഓഫ് പാസിംഗ് ചോദിക്കേണ്ടത്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് വർഷമാണ് പാസ്സായിട്ടുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. ഞാനിപ്പോൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ബാക്കി സ്റ്റെപ്സും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, കാരണം ഇതിനെ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്സ് കാണിച്ചു തന്നിട്ടുള്ളൂ. ബാക്കി ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ സിമ്പിളായിട്ട് തന്നെ എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് മനസ്സിലാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ആ ഒരു 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെ കാൻഡിഡേറ്റ് ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് യൂസർ നെയിമും അതുപോലെ നിങ്ങളുടെ പാസ്വേഡും കൊടുത്ത് നിങ്ങൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബാക്കി സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് അതുപോലെ ബ്രാഞ്ചുകൾ, അത് ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു പോളിടെക്നിക്കിലെ കോഴ്സുകളെ ബ്രാഞ്ചുകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ആ ഒരു ഏതൊക്കെ ബ്രാഞ്ചുകളിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു കോഴ്സുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്, ഓപ്ഷൻസ് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു അപേക്ഷ വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു പോളിടെക്നിക് കോളേജിലേക്ക് അപേക്ഷിക്കുക. കാരണം മെക്കാനിക്കൽ ഉൾപ്പെടെയുള്ള വിവിധ ബ്രാഞ്ചുകൾ ഈ ഒരു പോളിടെക്നിക് കോളേജുകളിലുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.